PM ദിവാകരൻ്റെ അപ്പുക്കിളി എന്ന ബാലസാഹിത്യ നോവലിലെ 6-ാമത്തെ അധ്യായം. നോവൽ അപ്പുക്കിളി, അധ്യായം 6. കുട്ടിക്കൃഷ്ണൻ മാഷുടെ വർത്തമാനം കേട്ടുകൊണ്ടാണ് ബാലുമാഷ് സ്റ്റാഫ് റൂമിലേക്ക് കടന്നു ചെന്നത്. അപ്പുക്കിളി എന്നുള്ള പേര് ഓൻ അസലായി ചേരും. കണ്ണന് കിട്ടിയ പുതിയ പേരിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയായിരുന്നു അവിടെ. ഞാൻ ഇന്ന് വരെ ഇങ്ങനെ ഒരു പേര് കേൾക്കണ്ടായിട്ടില്ല. എവിടെന്നേ മാഷിക്കിത് കിട്ടിയേ? ഏതായാലും കേമായിട്ടുണ്ട്. ആ മന്ദൂസിന് ചേർന്ന പേരെന്നെ. കണ്ണന് അങ്ങനെ ഒരു പേര് നൽകിയതിന് ബാലുമാഷെ അഭിനന്ദിക്കുകയാണ് കുട്ടിക്കൃഷ്ണൻ മാഷ്. ആ വർത്തമാനം കേട്ടപ്പോൾ ബാലുമാഷക്ക് വിഷമം തോന്നി. ആ പേര് അറിയാതെ പറ്റിയ ഒരബദ്ധമാണ്. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലും അതിലെ കഥാപാത്രങ്ങളും ബാലുമാഷക്ക് പ്രിയപ്പെട്ടതാണ്. പ്രത്യേകിച്ചും അപ്പുക്കിളി. വരൾച്ച മുരടിച്ച് രൂപം വികൃതമാക്കപ്പെട്ട ഒരു മനുഷ്യജന്മം. ആ കഥാപാത്രത്തിനോട് തോന്നിയ അടുപ്പവും അത്തരത്തിലുള്ള മനുഷ്യജന്മങ്ങളെ അംഗീകരിക്കണമെന്ന ആശയവും മാത്രമേ കുട്ടികൾക്ക് അപ്പുക്കിളിയെ പരിചയപ്പെടുത്തുമ്പോൾ അയാൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഫലം ഉദ്ദേശിച്ചതിന് നേർ വിപരീതമാവുകയും ചെയ്തു. മറ്റുള്ളവരുടെ ദോഷം കണ്ടെത്തുക, അതിനെ പൊലിപ്പിച്ച് തങ്ങൾക്ക് രസിക്കാനുള്ള വിഷയമാക്കുക. വലിയവരായാലും കുട്ടികളായാലും ഇക്കാര്യത്തിൽ ആരും വ്യത്യസ്തരാവുന്നില്ലല്ലോ എന്ന് ബാലുമാഷ് ഖേദത്തോടെ ചിന്തിച്ചു. സ്റ്റാഫ് റൂമിലെ ചർച്ച കൊഴുക്കുകയായിരുന്നു. കണ്ണൻ്റെ പുതിയ പേര് കുട്ടിക്കൃഷ്ണൻ മാഷക്ക് നന്നേ ബോധിച്ചിരിക്കുന്നു. കുട്ടിക്കൃഷ്ണൻ മാഷ് ആളൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. പിശുക്കന്മാരുടെ രാജാവാണ് അയാൾ. സ്കൂൾ വിട്ടാൽ വീട്, വീട് വിട്ടാൽ സ്കൂൾ. അതിലപ്പുറം മറ്റൊരു ലോകം മാഷിക്കില്ല. അറിയാനൊട്ട് അയാൾക്ക് ആഗ്രഹവുമില്ല. റിട്ടയർമെൻറ്റിന് വർഷം 1 തികച്ചില്ല. പെൻഷനായാൽ മാസശമ്പളം ഇല്ലാതാവുമല്ലോ. വേവലാതി ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞിരുന്നു മാഷിക്ക്. അങ്ങനെയുള്ള കുട്ടിക്കൃഷ്ണൻ മാഷുക്കുണ്ടോ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അറിയാനാവുന്നു? കുട്ടിക്കൃഷ്ണൻ മാഷ് ഇങ്ങനെ സംസാരിച്ചതിൽ ബാലുമാഷുക്ക് അശേഷം അത്ഭുതം തോന്നിയില്ല. എൻ്റെ പൊന്നു മാഷേ, ഈ കുറ്റം പറച്ചിലൊന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ? മാഷ് അറിയാത്തതും കേൾക്കാത്തതുമായി എന്തൊക്കെയുണ്ട് ഈ ലോകത്തിൽ? ഞാൻ ആർക്കും ഒരു പേരും ഇട്ടിട്ടില്ല. അപ്പുക്കിളി എന്നുള്ളത് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേരാ. അതെ അതെ, ഇപ്പോൾ ഞാനും അതറിയണ്ടായി. ഇന്നത്തെ വാർത്ത നോക്കിയപ്പോൾ അതായിരുന്നല്ലോ. കേട്ടപ്പോൾ ബഹുരസമായി തോന്നി. മുഖസ്തുതി പറയെന്ന് നിരീക്കരുത് കേട്ടോ മാഷേ. മാഷക്ക് നല്ല ഫലിതബോധമുണ്ട്. നിക്കത് നന്നേ പിടിക്കുകയും ചെയ്തു. നമ്മുടെ പൊട്ടൻചക്കൻ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് കൊല്ലശ്ശിയായില്ലേ? ഇപ്പോഴും അവൻ 5-ാം തരത്തിലല്ലേ എത്തിയുള്ളൂ. ഇവിടെ പറഞ്ഞു കേട്ട അപ്പുക്കിളിയെ പോലെ നമ്മുടെ കണ്ണനും അക്കായിട്ടും അക്ഷരായിട്ടും വട്ടപൂജ്യം വരയ്ക്കാനല്ലാതെ ഒരു വസ്തുട്ട് നിശ്ചയമില്ല. തുടർന്നും കുട്ടിക്കൃഷ്ണൻ മാഷ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ സംസാരത്തിൽ രസം പിടിച്ച പലരും തുടർന്നു പറയാനായി അയാളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ബാലുമാഷ് വല്ലാത്തൊരവസ്ഥയിലായി. കണ്ണൻ ഇങ്ങനെയായത് അവൻ്റെ കുറ്റം കൊണ്ടാണോ? ഒരുത്തൻ്റെ വൈകല്യത്തെ കളിയാക്കാൻ മാത്രം യോഗ്യരാണോ നാം? വിചാരങ്ങൾ ഇങ്ങനെ മാഷുടെ മനസ്സിലേക്ക് നനഞ്ഞിറങ്ങി. ഇപ്പോൾ മാഷ് അറിയുകയായിരുന്നു, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ കാരണക്കാരൻ താൻ തന്നെയല്ലേ. കണ്ണനെ അപ്പുക്കിളിയാക്കിയത് താനാണല്ലോ. ഓർക്കും തോറും മാഷുടെ കണ്ണുകൾക്ക് മുമ്പിൽ കണ്ണൻ്റെ രൂപം തെളിഞ്ഞു തുടങ്ങി. ഉച്ചാരണ സ്ഫുടതയില്ലാതെ ആ വർത്തമാനം ചെവികളിൽ കെട്ടഴിഞ്ഞു തീർന്നു. അപ്പോഴും അവർ കണ്ണനെക്കുറിച്ചുള്ള സംസാരം തുടരുകയായിരുന്നു. ബാലുമാഷുക്ക് അത് കേൾക്കുന്നത് വെറുപ്പായി തുടങ്ങി. അവരുടെ വാക്കുകൾ കനൽക്കല്ലുകൾ പോലെ അയാളുടെ മനസ്സിൽ വന്നു വീഴാൻ തുടങ്ങി. ഇനിയും ഇവിടെ ഇരുന്നുകൂടാ. ബാലുമാഷ് സ്റ്റാഫ് റൂം വിട്ട് പുറത്തു കടന്നു. ഒരു ഉദ്ദേശവുമില്ലാതെ നടന്നപ്പോൾ എത്തിയത് സ്കൂളിന് തൊട്ടടുത്തുള്ള ചന്ദ്രൻ നായരുടെ ചായക്കടയിലായിരുന്നു. എന്താ മാഷേ, ഇന്ന് ലീവിലാ? പതിവില്ലാത്ത നേരത്ത് മാഷ് കടയിൽ വന്നതുകൊണ്ട് ചന്ദ്രൻ നായർ അന്വേഷിച്ചു. മറുപടിയൊന്നും പറയാതെ ബാലുമാഷ് പറഞ്ഞു, നായരെ, കടുപ്പത്തിലൊരു ചായ. ചായ ഊതി ഊതി കുടിക്കുമ്പോഴാണ് ചന്ദ്രൻ നായർ അരികിൽ വന്ന് സ്വകാര്യമെന്നോണം ചോദിച്ചത്, മാഷേ, ഈ അപ്പുക്കിളിച്ച എന്താ, മനുഷ്യനോ അതോ ജന്തുവോ? ബാലുമാഷ് അത് പ്രതീക്ഷിച്ചതല്ലായിരുന്നുവല്ലോ. ദൈവമേ, സ്കൂൾ ചുമരിനപ്പുറവും ഇക്കാര്യം വ്യാപിച്ചു കഴിഞ്ഞുവോ? ബാലുമാഷിന് വിഷമം തോന്നി. ബാലുമാഷിന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ചന്ദ്രൻ നായർ അപ്പോഴും വർത്തമാനം തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മളിങ്ങനെ ചോദിച്ചോണ്ടൊന്നും തോന്നരുത് ട്ടോ മാഷേ. നമ്മുടെ കുട്ടി 5-ാം തരത്തിൽ അവിടെ പഠിക്കുന്നുണ്ടേ. മാഷ് ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ അവൾ വള്ളി പുള്ളി വിടാതെ ഞങ്ങളോട് പറഞ്ഞു.
നമ്മുടെ പൊട്ടൻചക്കനില്ലേ ആ കണ്ണൻ, അവനെപ്പറ്റി പറഞ്ഞതായോണ്ടാ ഞങ്ങൾ ശ്രദ്ധിച്ചത്. സംഗതി നല്ല രസമായി തോന്നി. ബുദ്ധിയുള്ളവർക്ക് കഥ എഴുതാൻ പറ്റിയ ആളുകൾ എത്ര ഉണ്ട് നമ്മുടെ ഇടയിൽ. കേട്ടപ്പോൾ എനിക്ക് ആ പുസ്തകം ഒന്ന് വായിക്കണമെന്ന് തോന്നി. മാഷ ഒന്നത് തരുമോ? കുടിച്ച ചായ തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ മാഷക്ക് തോന്നി. വിമ്മിട്ടപ്പെടുത്തുന്ന ആ വാക്കുകൾക്ക് ഇനിയും കാതുകൊടുക്കാനായി അവിടെ ഇരുന്നാൽ കുടിച്ചതും അന്ന് കഴിച്ചതും മുഴുവനും താനിവിടെ ഛർദ്ദിച്ചേക്കും. പകുതി മാത്രം കുടിച്ച ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് ബാലുമാഷ് എണീറ്റു. മാഷ് എണീറ്റതും ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങുന്നതും കണ്ട് ചന്ദ്രൻ നായർ ഓടി അടുത്തു വന്ന് ക്ഷമാപനം പോലെ പറഞ്ഞു, മാഷേ, നമ്മൾ അപ്രിയമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? തെറ്റായി എന്തെങ്കിലും? തെറ്റ് പറ്റിയത് നിങ്ങൾക്കല്ല, എനിക്കാണ് നായരെ. തിരിഞ്ഞു നോക്കാതെ കടയിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ബാലുമാഷ് പറഞ്ഞു. അപ്പോൾ ആ വാക്കുകൾ നനഞ്ഞിരുന്നു. കണ്ടം ഇടറിയിരുന്നു. പാവം കണ്ണൻ. നടക്കുമ്പോഴൊക്കെയും മാഷ്ടെ മനസ്സിൽ പെരുകിയത് അവനെക്കുറിച്ചുണ്ടായ സഹതാപമായിരുന്നു. മാസേ! നേർ മുന്നിൽ നിന്നൊരു വിളി കേട്ട് ബാലുമാഷ് വിചാരങ്ങളിൽ നിന്നും ഉണർന്നു നോക്കി. കണ്ണൻ. നീ എങ്കടാ കണ്ണ, സ്കൂളിൽ പോയില്ലേ? ഞാൻ വരണുള്ളൂ മാസേ. ദാ ഇത് കണ്ടോ? കൈവെള്ളയിൽ അമർത്തിപ്പിടിച്ച 50 പൈസ നാണയം കാണിച്ചവൻ ചിരിച്ചു. എന്നിട്ടൊന്നും വല്യമ്മ തന്നില്ല. ബസ്സിന് കരഞ്ഞപ്പം പുത്തും കതലേന്നും വാങ്ങി തിന്നോളാൻ പറഞ്ഞ് വല്യമ്മ തന്നതാ. കണ്ണൻ്റെ കൈവെള്ളയിലെ നാണയത്തുട്ടിലേക്ക് ബാലുമാഷ് സൂക്ഷിച്ചു നോക്കി. നാണയത്തിൽ തെളിഞ്ഞു കണ്ട ചിത്രം തന്നെ നോക്കി ചിരിക്കുന്നതായി മാഷക്ക് തോന്നി. പിന്നെ മാഷ് അമാന്തിച്ചില്ല. കണ്ണൻ്റെ കൈ പിടിച്ച് ചന്ദ്രൻ നായരുടെ ചായക്കടയിലേക്ക് തന്നെ ബാലുമാഷ് തിരിച്ചു കയറി. അധ്യായം 7. 4-5 ദിവസത്തേക്ക് കണ്ണനെ കണ്ടതേയില്ല. എവിടെയാണവൻ? വളരെയധികം ദൂരത്തേക്കല്ല, അധിക ദിവസങ്ങൾ പിടിക്കുന്നതല്ല തൻ്റെ യാത്രയെങ്കിൽ ചിലപ്പോഴൊക്കെ വല്യമ്മ അവനെയും ഒപ്പം കൊണ്ടുപോകും. ചുറ്റുവട്ടത്തിലെ ഏതാഘോഷവും വല്യമ്മ അറിയാതിരിക്കില്ല. ഏതിനായാലും തലേ ദിവസം തന്നെ വല്യമ്മ വീട്ടിലെത്തും. പിന്നെ 2 ദിവസം അവിടെ പാർത്തിട്ടേ മടങ്ങൂ. അങ്ങനെ ഒരിടത്തേക്ക് പോയതായിരുന്നു അവർ. വയറു നിറയെ സദ്യ കിട്ടുന്ന കാര്യമല്ലേ. അവർ കണ്ണനെയും ഒപ്പം കൂട്ടി. അങ്ങനെ വല്യമ്മയ്ക്കൊപ്പം പോയതാണ് കണ്ണൻ. അന്വേഷിച്ചപ്പോൾ ബാലുമാഷ് അറിഞ്ഞ വിവരമാണ്. ഈയിടെയായി ബാലുമാസ്റ്റർ കണ്ണനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയുന്നുണ്ട്. ദുരുദ്ദേശമുണ്ടായിരുന്നില്ലെങ്കിലും താൻ മൂലമാണല്ലോ കണ്ണന് അപ്പുക്കിളി എന്ന പേര് ലഭിച്ചത് എന്നത് പശ്ചാത്താപമായി മാഷിനെ വലയ്ക്കാറുണ്ട്. അതുകൊണ്ട് കണ്ണനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാനും തനിക്കറിയാവുന്ന രീതിയിൽ അവനെ ജീവിതത്തിൻ്റെ താളക്രമത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാനും ബാലുമാഷ് ആഗ്രഹിച്ചു. കണ്ണനെക്കുറിച്ച് ബാലുമാഷ് കൂടുതൽ അറിഞ്ഞത് ചായക്കടക്കാരൻ ചന്ദ്രൻ നായരിൽ നിന്നുമായിരുന്നു. അയാൾക്ക് കണ്ണൻ്റെ അച്ഛനെയും അമ്മയെയും നേരിൽ അറിയാമായിരുന്നു. കണ്ണൻ്റെ കുട്ടിക്കാലവും അയാൾ കണ്ടിട്ടുള്ളതാണ്. അന്നൊന്നും മന്ദബുദ്ധിയുടെ ലക്ഷണങ്ങളൊന്നും കണ്ണൻ പ്രകടിപ്പിച്ചിരുന്നില്ല. ചന്ദ്രൻ നായർ പറഞ്ഞു, മാഷേ, കണ്ണൻ അന്ന് മിടുമിടുക്കനായിരുന്നു ട്ടോ. പക്ഷേ അയാൾ നിർത്തി. കണ്ണനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോന്നായി പെറുക്കിയെടുത്ത് അയാൾ ബാലുമാഷയ്ക്ക് വിവരിച്ചു കൊടുത്തു. പീടികയിൽ തിരക്ക് കുറഞ്ഞ നേരമായിരുന്നു അത്. മേശക്കരികിലെ സ്റ്റൂളിലിരുന്ന് ബീഡി ഊറ്റി കുടിച്ച് അയാൾ കണ്ണനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. 5-6 കിലോമീറ്റർ ഇവിടെ നിന്ന് വടക്കോട്ട് അങ്ങോട്ട് മാറിയാൽ മതി. അവിടെ ആ കണ്ണൻ്റെ അമ്മയുടെ വീട്. നല്ല ധനസ്ഥിതിയുള്ള കുടുംബം. ആ വീടിൻ്റെ പടിപ്പരേൻ്റെ വലിപ്പമുണ്ടോ കണ്ണൻ്റെ വീടിന്? അവിടെ 5-6 ആണുങ്ങൾക്കിടയിൽ പൊന്നുപോലെ വളർന്നതാ കണ്ണൻ്റെ അമ്മ. അവരുടെ വീട് പെയിൻ്റ് അടിക്കാൻ വന്നതാത്രേ കണ്ണൻ്റെ അച്ഛൻ. അവിടെ വെച്ച് അവർ പരിചയത്തിലായി. കണ്ണൻ്റെ അച്ഛൻ പെയിൻറ്റർ മാത്രമല്ല, നല്ലൊരു ചിത്രകാരൻ കൂടിയായിരുന്നത്രേ. ഏതായാലും അവർ തമ്മിൽ ഇഷ്ടമായി. വീട്ടുകാരറിഞ്ഞപ്പോൾ എതിർപ്പായി. കണ്ണൻ്റെ അമ്മയെ പിന്തിരിപ്പിക്കാൻ പഠിച്ച പണിയൊക്കെ നോക്കി. ഒരു ദിവസം 2 ആളെയും കാണാനില്ലാണ്ട് അതോടെ കഥ മാറി. അതോടെ അവർ കണ്ണൻ്റെ അമ്മയെ എഴുതി തള്ളി. കണ്ണൻ്റെ അച്ഛനും അമ്മയും കൂടി കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയതാ ഇന്ന് കണ്ണൻ താമസിക്കുന്ന വീട്. തെല്ലിട നിർത്തി ആലോചന പോലെ ചന്ദ്രൻ നായർ ഇരുന്നു. ബാലുമാഷ് സശ്രദ്ധം കേട്ടിരിക്കുകയായിരുന്നു. കണ്ണനെക്കുറിച്ച് അറിയാനായ പുതിയ കാര്യങ്ങൾ അയാളെ വേദനിപ്പിച്ചു. ഓരോന്നോർത്തിരിക്കവേ ചന്ദ്രൻ നായർ തുടർന്നു. പട്ടണത്തിൽ പരസ്യക്കമ്പനിയിൽ പെയിൻറ്റിങ് പണിയായി കണ്ണൻ്റെ അച്ഛന്. അമ്മയ്ക്ക് എന്തോ പണി കിട്ടി. അങ്ങനെ അവർ വരവും പോക്കും ഒരുമിച്ചായി. അങ്ങനെ വരുമ്പോൾ ഒരു ഈസാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആ ഗ്രാമത്തിനെ നടുക്കിയ ഒരു അപകടത്തിൻ്റെ ഓർമ്മകളിൽ അയാൾ ഉലഞ്ഞു. 1-2 ആളുകളല്ല, 21 പേരെയാണ് ആ അപകടത്തിൽ ഗ്രാമത്തിന് നഷ്ടമായത്. നഗരത്തിൽ നിന്നും ജോലി കഴിഞ്ഞു മടങ്ങിയവർ കയറി നല്ല തിരക്കായിരുന്നു ബസ്സിൽ. ഗ്രാമത്തിലേക്ക് വരുന്ന വഴി എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല.
ബസ് റോഡരികിലുള്ള വലിയൊരു കൊക്കയിലേക്ക് മറഞ്ഞു. ഒന്നല്ല, ഒരു 5-6 തവണ ഉരുണ്ടു. അതിനിടയിൽ എങ്ങനെയോ ബസ്സിന് തീ പിടിക്കുകയും ചെയ്തു. കണ്ണൻ്റെ അച്ഛനും അമ്മയും ആ ബസ്സിലുണ്ടായിരുന്നു. എന്താ ചെയ്യുക, യോഗമില്ല, അത്ര തന്നെ. അല്ലെങ്കിൽ ഈ കൂരെ കിടന്ന് വളരേണ്ടവനല്ല അവൻ. തള്ളയും തന്റെ അപകടത്തിൽപ്പെട്ട് ഇല്ലാണ്ടായതോടെ കണ്ണൻ്റെ കാര്യം കഷ്ടത്തിലായത്. ഒരു ദിവസം ഞങ്ങളെ ചിലർ ഓൻ്റെ അമ്മയുടെ വീട്ടിൽ ചെന്നു വിവരമൊക്കെ പറഞ്ഞു. ആ ചെക്കൻ ആരുമില്ല, അതിനെ അനാഥക്കുട്ടിയാക്കരുത്, നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്ന് നോക്കണമെന്ന്. പക്ഷേ അവരുണ്ടോ കേൾക്കണ്? ആർക്ക് വേണം ആ പൊട്ടൻ ചെക്കനേന്നാ അവർ മുഖത്തടിച്ചെന്തിയാ ചോദിച്ചത്. പിന്നെ ഞങ്ങളെ ചിലർ കഴിയണെന്തിയെ ഓനെ സഹായിക്കും. സ്കൂളിൽ കഞ്ഞി ഉണ്ടാവുകൊണ്ട് ഉച്ചയ്ക്ക് അങ്ങനെ കഴിയും. ആ തള്ള ഒപ്പണ്ടിച്ചാൽ ഓന് പട്ടിണി കിടക്കേണ്ടി വരില്ല. ചന്ദ്രൻ നായർക്ക് ഇത്തിരി കൂടി പറയാനുണ്ടെന്ന് അയാൾ അവസാനിപ്പിച്ചപ്പോൾ ബാലുമാഷുക്ക് തോന്നി. പക്ഷേ കടയിൽ തിരക്ക് കൂടിയിരുന്നു. ആളുകൾ ചായക്കടയിൽ വന്നു തുടങ്ങി. വർത്തമാനം അവസാനിപ്പിച്ച് അയാൾ ജോലിയിലേക്ക് മടങ്ങിയപ്പോൾ ബാലുമാഷും എണീറ്റു. നടക്കുമ്പോൾ ബാലുമാഷ് ആലോചിച്ചത് കണ്ണനെക്കുറിച്ച് മാത്രമായിരുന്നു. അപ്പോഴാണ് മാഷുക്ക് തോന്നിയത്, കണ്ണൻ്റെ വീട് വരെ ഒന്ന് പോയാൽ എന്താ. പാടവരമ്പിലൂടെ നടന്നു വരുന്ന ബാലുമാഷെ അകലെ വെച്ചേ കണ്ണൻ കണ്ടു. വല്യമ്മയ്ക്കൊപ്പം യാത്ര പോയി തിരിച്ചെത്തി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അവൻ. എന്തിനാണ് ബാലുമാഷ് വരുന്നത്? അവന് മനസ്സിലായില്ല. ബാലുമാഷ് തൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. സന്തോഷവും സംഭ്രമവും ഒരേ സമയം അവനപ്പോൾ അനുഭവിക്കുകയായിരുന്നു. സ്കൂളിൽ പോയിട്ട് ദിവസം 4-5 ചെല്ലാത്തതിൻ്റെ കാരണമന്വേഷിക്കാൻ ഹെഡ് മാസ്റ്റർ അയച്ചതാവുമോ? ഹെഡ് മാസ്റ്റർ ഇപ്പോൾ കുട്ടിക്കൃഷ്ണൻ മാഷാണത്രേ. കുട്ടിക്കൃഷ്ണൻ മാഷെ കണ്ണന് ഇഷ്ടമല്ല, പേടിയുമാണ്. മാഷ് കണ്ണുരുട്ടി ഒന്ന് തുറിച്ചു നോക്കിയാൽ മതി, എത്ര ധൈര്യമുള്ളവരും പേടിച്ച് മൂത്രമൊഴിക്കും. കുട്ടിക്കൃഷ്ണൻ മാഷുടെ കണ്ണിൽ പെടാതിരിക്കാൻ കണ്ണൻ ആവുന്നതും ശ്രദ്ധിക്കാറുണ്ട്. താൻ സ്കൂളിൽ ചെല്ലാത്തതിൻ്റെ കാരണം അന്വേഷിക്കാൻ കുട്ടിക്കൃഷ്ണൻ മാഷ് പറഞ്ഞു വിട്ടതാവും. കണ്ണൻ പേടിച്ചു. ഒപ്പം ആശ്വാസവും തോന്നി. ബാലുമാഷ് നല്ലവനാണ്, അവന് മാഷെ ഇഷ്ടവുമാണ്. ബാലുമാഷ് തന്നെപ്പറ്റി മോശമായി കുട്ടിക്കൃഷ്ണൻ മാഷോട് പറയില്ല. ആലോചിച്ച് നിൽക്കുന്നതിനിടെ വരമ്പ് കടന്ന് ബാലുമാഷ് വീടിൻ്റെ പടി കിടക്കുന്നത് കണ്ണൻ കണ്ടു. PM ദിവാകരൻ്റെ അപ്പുകിളി എന്ന ബാലസാഹിത്യ നോവലിലെ 7ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.